CPI-യുടെ 25ാം പാർട്ടി കോൺഗ്രസ് പഞ്ചാബിലെ ചണ്ഡീഗഡിൽ സെപ്റ്റംബർ 21 മുതൽ 25 വരെ നടക്കുകയാണ്. ഈ 25ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി വിവിധ ഘടക സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 മുതൽ 11 വരെ ആലപ്പുഴയിലും, ഈ മലപ്പുറം ജില്ലാ സമ്മേളനം ആഗസ്റ്റ് 3, 4, 5 തീയതികൾ പരപ്പനങ്ങാടിയിലും ഒക്കെ നടക്കുന്നതിന് മുന്നോടിയായാണ് കോട്ടക്കൽ മണ്ഡല സമ്മേളനം മെയ് 3, 4 തീയതികളിലായി വളാഞ്ചേരി നടക്കുന്നത്. ഈ മണ്ഡല സമ്മേളനത്തിന് മുന്നോടിയായി ഈ മണ്ഡലത്തിന് കീഴിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20 ബ്രാഞ്ച് സമ്മേളനങ്ങളും 4 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയായിട്ടാണ് 3, 4 തീയതികളിലുള്ള മണ്ഡല സമ്മേളനത്തിലേക്ക് കോട്ടക്കൽ മണ്ഡലത്തിലെ പാർട്ടി കടക്കുന്നത്. 3-ാം തീയതി വിവിധ ജാഥകളുടെ സംഗമമാണ് നടക്കുന്നത്. ആദ്യം 3-ാം തീയതി 3 മണിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവായിരുന്ന വളാഞ്ചേരിയിലെ VP ചന്ദ്രശേഖരൻ മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാക ഏറ്റുവാങ്ങുന്ന പതാക ജാഥ ചന്ദ്രശേഖരൻ മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് 3-ാം തീയതി 3 മണിക്ക് ആരംഭിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വടക്കുമുറിയിലെ സഖാവ് തയ്യിൽ ലത്തീഫിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഈ വളാഞ്ചേരിയിൽ CPI-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന സഖാവ് തയ്യിൽ ലത്തീഫിന്റെ സ്മൃതി കേന്ദ്രത്തിൽ നിന്ന് ബാനർ ജാഥ, കൊടിമര ജാഥ ഈ 3 മണിക്ക് ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവ നേതാവായിരുന്ന AIYF-ന്റെ പ്രധാനപ്പെട്ട സഖാവായിരുന്ന ചെല്ലൂരിലെ കിഷോറിന്റെ വീട്ടിൽ നിന്നാണ്, വീടിന്റെ പരിസരത്ത് നിന്നാണ് ബാനർ ജാഥ ആരംഭിക്കുന്നത്. ഈ 3 ജാഥകളും ഏതാണ്ട് 5 മണിയോടെ 3-ാം തീയതി 5 മണിയോടെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ സംഗമിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ സഖാവ് ലത്തീഫിന്റെ സ്മരണയിലുള്ള നഗറിൽ ഈ ജാഥകൾ സംഗമിക്കുന്നതോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. പ്രതിനിധി സമ്മേളനം നടക്കുന്നത് 4-ാം തീയതി രാവിലെയാണ്. 4-ാം തീയതി രാവിലെ 9:30 പതാക ഉയർത്തുന്നതോടെ സമ്മേളന നടപടികൾ ആരംഭിക്കും. ആ നഗറിന് പേര് നൽകിയിട്ടുള്ളത് AITC-യുടെ ദീർഘകാലം കോട്ടക്കൽ മണ്ഡലത്തിന്റെ നേതാവായിരുന്ന റസാഖ് കുറ്റിപ്പുറത്തെ സഖാവ് റസാഖിന്റെ നാമധേയത്തിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഡോക്ടേഴ്സ് ക്ലബ്ബാണ് റസാഖ് കുറ്റിപ്പുറം നഗറായി മാറുന്നത്. അവിടെ വെച്ചാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. ഈ മണ്ഡലത്തിലെ 20 ബ്രാഞ്ചുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 100 സഖാക്കളാണ് ഈ സമ്മേളനത്തിന്റെ പ്രതിനിധികളായി പങ്കെടുക്കുന്നത്. രാവിലെ 10 മണിക്ക് CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറും ജനകീയത്തിന്റെ എഡിറ്റർ കൂടിയായ സഖാവ് രാജാജി മാത്യു തോമസ് ആണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ സമ്മേളനത്തിന്റെ ഭാഗമാണ്. വൈകുന്നേരം 5 മണിയോടെയാണ് 4-ാം തീയതി 5 മണിയോടെയാണ് സമ്മേളനം അവസാനിക്കുന്നത്. 3, 4 തീയതികളിലായി വളാഞ്ചേരി നടക്കുന്ന CPI-യുടെ മണ്ഡല സമ്മേളനം വിജയിപ്പിക്കുന്നതിന് എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.